ഇന്ന് നവംബർ 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാള് തിരുസഭ ആചരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യ നാളുകളിൽ സഭയിൽ വിശുദ്ധര് രക്തസാക്ഷികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് വന്ന ഗ്രിഗറി 4-ാമൻ മാർപ്പാപ്പയും അതിനുശേഷം വന്ന ബോണിഫസ് 4-ാമൻ മാർപ്പാപ്പയുമാണ് നവംബർ 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാളായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. വിശുദ്ധീകരിക്കപ്പെട്ടവർ, നാമകരണം ചെയ്യപ്പെട്ടവർ, ദൈവത്തിന് മാത്രം അറിയാവുന്ന നിത്യാനന്ദത്തിൽ വസിക്കുന്നവർ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് സകല വിശുദ്ധരുടെയും തിരുനാളായി സഭ നവംബർ 1-ാം തീയതി ആചരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ ഓരോരുത്തർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വിശുദ്ധരുണ്ടല്ലേ? നിങ്ങൾ മെൻഷൻ ചെയ്യണേ, കമൻറ്റ് മെൻഷൻ ചെയ്യണേ. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വിശുദ്ധര്, പിന്നെ നമ്മുടെ പേരിന് കാരണഭൂതരായിരുന്ന വിശുദ്ധര്, കേരള സഭയിലെ വിശുദ്ധരായ വിശുദ്ധ അൽഫോൺസാമ, വിശുദ്ധ ചാവറേച്ചൻ, വിശുദ്ധ എവുപ്രാസ്യമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞുനാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള, ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില സെയിൻസ് ഉണ്ടല്ലേ? സെയിൻറ്റ് മരിയ ഗുരേത്തി, സെയിൻറ്റ് ഡോൺ ബോസ്കോ, സെയിൻറ്റ് ഡൊമിനിക് സാവിയോ, സെയിൻറ്റ് ആൻ്റണി, ഇങ്ങനെ ഒരുപാട് വിശുദ്ധർ കുഞ്ഞുനാളിൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് വിശുദ്ധരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നേ ദിവസം സഭ ഈ ദിവസം സകല വിശുദ്ധരുടെയും ഓർമ്മ തിരുനാളായി ആചരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരോട്, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ വിശുദ്ധരുടെ മധ്യസ്ഥം അല്ലേ, കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെല്ലാവരും പരിപൂർണമായി അവരുടെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെയിൻ്റാണ് ഈ അടുത്ത നാളിൽ യുവാക്കളുടെ ഹീറോ ആയ ഒരു സെയിൻ്റ് അല്ലേ? ലിയോ 4-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു, സെയിൻറ്റ് കാർലോ അക്വിറ്റീസ്. പ്രിയപ്പെട്ടവരെ, അത് വലിയ ഒരു അനുഗ്രഹമാണ്. ഇന്ന് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മധ്യസ്ഥനുണ്ട്, ഒരു വിശുദ്ധനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആത്മായ വിശുദ്ധൻ, വിശുദ്ധ ദൈവസഹായം, അതും വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് വിശുദ്ധരുണ്ട്. വിശുദ്ധരെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. പക്ഷേ നമ്മൾ ഇന്ന് ദിവസം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്കറിയാവുന്ന, നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധരുടെ പ്രാർത്ഥന മറ്റെല്ലാ ദിവസത്തേക്കാളും ഉപരി സ്വർഗത്തിൽ ഡയറക്റ്റായിട്ട് എത്തിച്ചേരുന്ന സമയമാണ്. അതുകൊണ്ട് അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കും ചില സമയങ്ങളിൽ ഒരു സംശയം ഉണ്ടാകാം, നമുക്കും വിശുദ്ധരാകാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അതിനുള്ള വലിയ കടമയുണ്ട്. അതൊരു കടമയാണ്. നമ്മളെല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് അതിലേക്കാണ്. നമുക്ക് അത് വലിയ ഒരു മിഷനായിട്ട് എടുക്കാം. നാളെ ഞാനും ഒരു വിശുദ്ധനാണ്, ഞാനും ഒരു വിശുദ്ധയാണ്. ലോകത്തോടും ലോകം തരുന്ന സന്തോഷങ്ങളോടും നോ പറഞ്ഞവരാണ് വിശുദ്ധർ. ധീരതയോടെ നിലപാടുകളിൽ ഉറച്ചു നിന്നവരാണ് വിശുദ്ധർ. അല്ലാതെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന തവളയെപ്പോലെ തീരുമാനം മാറ്റിയിരുന്നവരല്ല വിശുദ്ധര്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ മരണം പോലും ഭരിക്കേണ്ടതായി പല വിശുദ്ധർക്കും. അതുകൊണ്ട് ഈ ലോകം നമ്മളെ മാടി വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തേടി വിളിക്കുകയാണ്. ഓരോ വിശുദ്ധരെയും സഭ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ നാളെ അവരെ പോലെ ആകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും സകല വിശുദ്ധരുടെയും പ്രത്യേകം മധ്യസ്ഥവും പ്രത്യേകം പ്രാർത്ഥനയും നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേരിന് കാരണഭൂതരായിരുന്ന സെയിൻസിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കണം. അവരോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകം എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയും മധ്യസ്ഥം നമ്മുടെ മേലുണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു.